ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ഒരവസരം കൂടെ നമുക്ക് ലഭിച്ചു. അതിന് നമുക്ക് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മാരകമായ രോഗങ്ങൾ ലോകത്തിൻ്റെ എല്ലാ കോണിലും ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗങ്ങളൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിനെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അറിവും പെട്ടെന്ന് ചികിത്സ തേടുവാനുള്ള സൗകര്യങ്ങളും നൂതന ചികിത്സാ രീതികളുമൊക്കെ വന്നതുകൊണ്ട് മനുഷ്യർ പരിശോധനകൾക്കായി കടന്നു പോവുകയും രോഗങ്ങൾ ചികിത്സിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. എന്നാലും ചില മാരക രോഗങ്ങൾ മനുഷ്യരുടെ ജീവന് ഭീഷണി തന്നെയാണ്. ചില രോഗങ്ങൾ മനുഷ്യനെ സമൂഹത്തിൽ നിന്ന് തന്നെ അകറ്റി നിർത്തുവാൻ പോകുന്നവയാണ്. അതിലൊന്നാണ് കുഷ്ഠരോഗം. നമുക്കറിയാം, ഒരു കുഷ്ഠരോഗിക്ക് അവൻ്റെ ജീവിതത്തിൽ വളരെയധികം വേദനകളും പ്രയാസങ്ങളുമുണ്ട്. അവനെ ബാധിച്ചിരിക്കുന്ന അസുഖം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പഴയകാലത്ത് കുഷ്ഠരോഗിക്ക് സമൂഹത്തിൽ ആരുമായി ഇടപെടുവാനും ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതിനൊക്കെ വളരെയധികം വിലക്കുകളുണ്ടായിരുന്നു. സമൂഹത്തിൽ നിന്നും എപ്പോഴും മാറ്റപ്പെട്ട് നിർത്തിയ ഒരു വ്യക്തിയാണ് ഒരു കുഷ്ഠരോഗി. നമുക്ക് വേദപുസ്തകത്തിൽ ഒരു സംഭവം കാണാൻ കഴിയുന്നത്, പണ്ടുകാലത്ത് സിറിയ എന്ന രാജ്യം, പണ്ട് അതിൻ്റെ പേര് അരാം എന്നായിരുന്നു, ഇന്ന് സിറിയ എന്നറിയപ്പെടുന്നു. ആ രാജ്യത്തിൻ്റെ സേനാനായകൻ കുഷ്ഠരോഗത്താൽ ബാധിക്കപ്പെട്ടവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നയമാൻ എന്നാണ്. അദ്ദേഹം വളരെ പരാക്രമശാലിയും ബുദ്ധിമാനും നല്ലവനും ഒക്കെയാണ്. സംഗതി ശരിയാണ്. നല്ലൊരു തികഞ്ഞ യോദ്ധാവായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൽ തന്നെ ബാധിച്ചിരിക്കുന്ന കുഷ്ഠരോഗം വളരെയധികം അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യഹൂദ പെൺകുട്ടി, അവൾ അടിമയായി ഇന്ന് നയമാൻ്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുകയാണ്. ഈ മനുഷ്യൻ്റെ അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ആ പെൺകുട്ടി ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നാൽ നിശ്ചയമായും ഈ യജമാനൻ്റെ കുഷ്ഠരോഗം മാറുമെന്നും അവൾ പൂർണ്ണമായിട്ടും ഉറച്ച് വിശ്വസിച്ചു. അവളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുവാനിടയായി. മനസ്സോടെയാണെങ്കിലും ആ നയമാൻ ഏലീശ എന്ന പ്രവാചകന് കൊടുക്കുവാൻ വളരെയധികം സമ്മാനങ്ങളുമായി രാജാവിൻ്റെ റെക്കമെൻഡേഷനും വാങ്ങിച്ചുകൊണ്ട് ഇതാ ഇസ്രായേലിലേക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ ചെന്നു. ഏലീശ എന്ന പ്രവാചകൻ്റെ അടുക്കൽ വളരെ സമ്മാനങ്ങളുമായി അദ്ദേഹം കടന്നു ചെന്നു. എന്നാൽ ഒരു സമ്മാനവും ഏലീശ കൈക്കൊണ്ടില്ല. ഏലീശ അവനോട് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ യോർദാൻ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്, ആ നദിയിൽ പോയി 7 പ്രാവശ്യം
മുങ്ങിപ്പൊങ്ങുക. അപ്പോൾ നിൻ്റെ കുഷ്ഠരോഗം മാറി നിൻ്റെ ശരീരം ഒരു കുഞ്ഞിൻ്റെ ശരീരം പോലെയായി തീരും എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്നാൽ നയമാനത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അരാം രാജ്യത്തെ സേനാപതിയാണ്. തൻ്റെ പദവി, തൻ്റെ അധികാരം, തൻ്റെ ഈഗോ ഒക്കെ അയാളെ അതിൽ നിന്നും പുറമോട്ട് വലിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന അദ്ദേഹത്തിൻ്റെ സഹായി പറഞ്ഞു, യജമാനനെ, ഇതിനേക്കാൾ വലിയ കാര്യം പറഞ്ഞാലും അത് യജമാനൻ ചെയ്യുമായിരുന്നല്ലോ. ഇത് ഒരു നിസ്സാര കാര്യമല്ലേ? ആ നദിയിൽ പോയി ഏലീശ പ്രവാചകൻ പറഞ്ഞതുപോലെ 7 പ്രാവശ്യം ഒന്ന് മുങ്ങി നോക്കുക, തീർച്ചയായിട്ടും ഒരു വിടുതലുണ്ടാകുമായിരിക്കും എന്ന് ആ ദാസൻ പറയുവാനിടയായി. മനസ്സില്ലാ മനസ്സോടെ യോർദാൻ നദിയിൽ പോയി 1 പ്രാവശ്യം മുങ്ങി. ഉയർന്നു നോക്കിയപ്പോൾ ഒരു മാറ്റവുമില്ല. 2ാമത്തെ പ്രാവശ്യം മുങ്ങി, അപ്പോഴും നോക്കിയപ്പോൾ ഒരു മാറ്റവുമില്ല. 6 പ്രാവശ്യം വരെ അങ്ങനെ മുങ്ങി നോക്കിയപ്പോൾ ഒരു മാറ്റവുമില്ല. എന്നാൽ 7ാമത്തെ പ്രാവശ്യം താൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ തൻ്റെ ശരീരത്തിൽ അത്ഭുതം നടന്നത് അദ്ദേഹത്തിന് കാണുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഇത് യോർദാനിലെ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഗുണമല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു അപേക്ഷയുമായി കടന്നു വരുന്നയാൾ ദൈവം ആ വിടുതലിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണ്. അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനും അനുസരിക്കുവാനും താല്പര്യമുള്ളവർ മാത്രമേ ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ പാടുള്ളൂ. ഏതെങ്കിലും അധികാരം വെച്ചുകൊണ്ടും ഈഗോ വെച്ചുകൊണ്ടും ദൈവസന്നിധിയിൽ പോയി കഴിഞ്ഞാൽ ഒരു വിടുതലും ലഭിക്കുകയില്ല. എന്നാൽ എൻ്റെ സൗഖ്യത്തിന് വേണ്ടി, എൻ്റെ വിടുതലിന് വേണ്ടി എന്നോട് ദൈവം പറയുന്നത് ഞാൻ അതുപോലെ അനുസരിക്കും എന്ന് തീരുമാനത്തോടെ കടന്നുപോയാൽ നിശ്ചയമായും ഒരു സൗഖ്യവും ഒരത്ഭുത വിടുതലും നമുക്ക് ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. അതോടുകൂടി നയമാൻ്റെ ഈഗോ ഒക്കെ നഷ്ടപ്പെട്ടു. നയമാന് മനസ്സിലായി, 1 രൂപ പോലും ചെലവില്ലാതെ, ഒരു കൈക്കൂലിയും കൊടുക്കാതെ, ഒരു സ്വാധീനവും ആവശ്യമില്ലാതെ ഇതാ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നാൽ ദൈവം കൽപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദാസന്മാർ അല്ലെ പ്രവാചകന്മാർ അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിച്ചാൽ ഒരു വലിയ വിടുതലുണ്ടാകുമെന്ന് ഇതിൽ നിന്നും ഹല്ലേലൂയ നയമാന് ഒരു പാഠം പഠിക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏത് മാരകമായ രോഗങ്ങളാലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് വിശ്വസിക്കുക, ദൈവം എന്നെ സൗഖ്യമാക്കും. ദൈവം എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നത് ഞാൻ അതുപോലെ ചെയ്യും. കാരണം വിടുതൽ നമുക്കാണ് ആവശ്യം. നിശ്ചയമായി ഒരു ഹോസ്പിറ്റലിൽ കടന്നു പോയാൽ ഡോക്ടേഴ്സ് പറയുന്നതെല്ലാം നാം ചെയ്യാറില്ലേ? അവിടെ വലിയ തുക നമ്മൾ അവരുടെ മെഡിക്കൽ എക്സ്പെൻസായിട്ട് നമ്മൾ കൊടുക്കും. അവിടെ റൂം എടുക്കും, അവർ പറയുന്ന മരുന്നുകളൊക്കെ വാങ്ങിച്ച് കഴിക്കും. എന്നിട്ടും പൂർണ്ണ സൗഖ്യം ലഭിക്കാറുണ്ടോ? ഇല്ല. എന്നാൽ 1 രൂപ പോലും ചെലവില്ലാതെ ദൈവം പറയുന്ന കാര്യം അപ്പാടെ അനുസരിച്ചാൽ നിശ്ചയമായി ഒരു വലിയ വിടുതലുണ്ടാകുമെന്ന് എനിക്കും നിങ്ങളോട് പറയുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അവയൊക്കെ മാറ്റി നമ്മളെ സൗഖ്യമാക്കുവാനും നമ്മളെ അനുഗ്രഹിക്കുവാനും സർവശക്തനായ ദൈവത്തിന് 1 സെക്കൻഡ് മാത്രം മതിയെന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വലിയ വിടുതൽ അനുഭവിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അനുസരിക്കുക, വിശ്വസിക്കുക, വിടുതൽ പ്രാപിക്കുക. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്നും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കരിസ്മ പ്രയർ മിനിസ്ട്രി എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ട നിങ്ങളോടൊപ്പം ഉണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.